ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. എന്താ സച്ചി, എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന് കമല കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അർച്ചനയോ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാനാകൂ എന്ന് സച്ചി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇത് കേട്ട് ആകെ തകർന്ന് കസേരയിലേക്ക് ഇരിക്കുന്ന കമലയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയെ കൊണ്ട് അമ്മാവൻ അവന്തികയുടെ സ്വന്തം വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. തൻ്റെ വീട് കാണുന്ന അവന്തികയ്ക്ക് തൻ്റെ അച്ഛൻ്റെ മരണവും തുടർന്ന് നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഓർമ്മ വരികയാണ്. അമ്മാവ, എന്താണെങ്കിലും ഞാൻ ഈ വീടിൻ്റെ അകത്തേക്ക് കയറില്ല. അച്ഛന് കൊടുത്ത വാക്ക് എനിക്കിതുവരെ പാലിക്കാനും സാധിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം വിശദമായി നിന്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളെന്ന് അമ്മാവനും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സന്ധ്യ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി സിസ്റ്ററിനോട് ഒരു മരുന്ന് വാങ്ങാൻ പറയുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അച്ചുമോൾക്ക് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ചുകൊണ്ട് കമല സന്ധ്യയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും പറയാനായിട്ടില്ലെന്ന് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് സന്ധ്യ തിയേറ്ററിനകത്തേക്ക് കയറിപ്പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം, പക്ഷേ എനിക്കെന്തോ ധൈര്യം ചോർന്നു പോകുന്നത് പോലെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരാമോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ നിങ്ങൾ അച്ഛൻ്റെയും മോളുടെയും ഇടയ്ക്ക് വേറെ ആരും വേണ്ടെന്ന് അവന്തികയുടെ അമ്മാവൻ പറയുന്നു. എന്നാൽ ഞാൻ എന്താണെങ്കിലും പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അകത്ത മുറിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സേതുവിനെയാണ് കാണിക്കുന്നത്. ഈ വീടിൻ്റെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നവളാണ് അർച്ചന. അതുകൊണ്ട് എൻ്റെ ഈശ്വരന്മാരെ, നിങ്ങളാരും അർച്ചനയെ കൈവിടരുത്. അവളെയും കുഞ്ഞിനെയും നല്ല ആരോഗ്യത്തോടെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ എന്നും സേതു പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചന തന്നോട് അവസാനമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. എനിക്ക് അർച്ചനയും വേണം, കുഞ്ഞിനെയും വേണം. അവളെ കാത്തോണേ ഭഗവാനെ, രണ്ടുപേരെയും എനിക്ക് തന്നെ തിരികെ തരണേയെന്നും സച്ചി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിൻ്റെ അരികിലേക്ക് പോകുകയാണ് അവന്തിക. അതേസമയം ആ മുറിയാകെ മാറാല പിടിച്ചും ചിതാഭസ്മം വരെ പൊടിയും മാറാലയുമായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തിക പറയുകയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. തുടർന്ന് അന്ന് സേതുവിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളും തൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ തൻ്റെ അച്ഛൻ്റെ ശരീരം തൻ്റെ പിന്നിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ അവന്തികയ്ക്ക് തോന്നുന്നു. പേടിയോടെ ചുറ്റും നോക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. തുടർന്ന് തൻ്റെ അച്ഛൻ അവസാനമായി എഴുതിയ ആ കത്തും അന്നത്തെ കാര്യങ്ങളും ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് അവന്തിക. മോളെ, സേതുമാധവൻ നിന്റെ അച്ഛനെ ചതിച്ചു. നീ അറിഞ്ഞതിനപ്പുറമെല്ലാം ഈ ഡയറിയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്തികയുടെ കയ്യിലേക്ക് ഒരു ഡയറി നൽകുകയാണ് അമ്മാവൻ. ഇത് ബാങ്ക് ലോക്കറിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതിൽ മറ്റൊന്നുമില്ലായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതിലായിരുന്നു നിന്റെ അമ്മയുടെ ആഭരണങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേ സേതുമാധവന് വേണ്ടി പലതും നിന്റെ അച്ഛൻ വിറ്റായിരുന്നല്ലോ. പിന്നെ ഈ ഡയറി ഇങ്ങനൊരു അവസരം വരുമെന്ന് കരുതി ഞാൻ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആ ഡയറിയിലെല്ലാം തന്നെ സേതുവിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അത് വായിച്ചതിന് ശേഷം അവന്തിക പറയുകയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛന് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. സേതുമാധവനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള എൻ്റെ എല്ലാ പ്ലാനുകളും ഒരുവിധം വിജയിച്ചു വന്നിരുന്നതാണ്. പക്ഷേ എല്ലാം തകർത്തത് ആ അർച്ചനയാണ് എന്ന് കരുതി ഞാൻ തോറ്റു പിന്മാറാനൊന്നും പോകുന്നില്ല. എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ എന്താണെങ്കിലും പ്രതികാരം ചെയ്തിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന അവന്തികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.